ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 1036 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഉടനെ തന്നെ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജോബിനെ പറ്റി അടങ്ങുന്ന ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പോസ്റ്റുകൾ ഏതൊക്കെയാണ്, ടോട്ടലി എത്ര ഒഴിവുകളുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏജ് എത്രയാണ്, സാലറി എത്രയാണ് എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിനുശേഷം ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആകാൻ വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ തന്നെ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ഇന്ത്യൻ റെയിൽവേയിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു അവസരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നൽകിയിരിക്കുകയാണ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഇപ്പോൾ മിനിസ്ട്രിയൽ ആൻഡ് അസോസിയേറ്റഡ് കാറ്റഗറീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. അതിനായിട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മിനിമം 10ാം ക്ലാസ് +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലായിട്ട് മൊത്തം 1036 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനായിട്ട് സമർപ്പിക്കേണ്ട തീയതി 2025 ജനുവരി 7 മുതൽ 2025 ഫെബ്രുവരി 6 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. സെഷൻ എന്ന് പറയുന്നത് 07/2025 ആണ്. മൊത്തം 1036 ഒഴിവുകളാണ് ഉള്ളത്. ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സാലറി എന്ന് പറയുന്നത് 19,900-നും 47,600-നും ഇടയ്ക്കായിരിക്കും സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. താഴെ പോസ്റ്റുകളുടെ പേരും വേക്കൻസികളും പറയുന്നുണ്ട്. ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ടീച്ചേഴ്സാണ്. അതിലേക്ക് 187 വേക്കൻസികളാണ് ഉള്ളത്. പിന്നെ സയൻറ്റിഫിക് സൂപ്പർവൈസറായിട്ട് 3 വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സായിട്ട് 338 വേക്കൻസിയും ചീഫ് ലോ അസിസ്റ്റൻ്റായിട്ട് 54 വേക്കൻസികളുമുണ്ട്. പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് 20, ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടറായിട്ട് 18 വേക്കൻസികളുണ്ട്. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ട്രെയിനിങ് ആയിട്ടും ജൂനിയർ ട്രാൻസ്ലേറ്റർ അതിൽ രണ്ടിലുമായിട്ട് 132 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജൂനിയർ ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോൾ ഹിന്ദിയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അവിടെ 130 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ട്രെയിനി ആയിട്ട് 2 പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സീനിയർ പബ്ലിസിറ്റീസ് ഇൻസ്പെക്ടറായിട്ട് 3 വേക്കൻസി. പിന്നെ സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ 59 വേക്കൻസി. പിന്നെ ലൈബ്രറിയനായിട്ട് 10 വേക്കൻസി. മ്യൂസിക് ടീച്ചർ പ്രിഫറൻസ് ഫോർ ഫീമെയിൽസിനാണ് 3 വേക്കൻസി ഉണ്ട്. പിന്നെ പ്രൈമറി റെയിൽവേ ടീച്ചറായിട്ട് 188 വേക്കൻസികളുണ്ട്. പിന്നെ അസിസ്റ്റൻ്റ് ടീച്ചറായിട്ട് ഫീമെയിലിനാണ് പ്രിഫർ കൊടുത്തിരിക്കുന്നത്. 2 വേക്കൻസികളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലബോറട്ടറി അസിസ്റ്റൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് സ്കൂളിലായിരിക്കും. 7 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലാബ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 3 12 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടലി 1036 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ വേക്കൻസികൾക്കും പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സിനും 48 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പ്രായപരിധി നോക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പം ക്വാളിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞവർക്ക് നമ്മുടെ MA ഡിഗ്രി അങ്ങനെ +2 ഒക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറഞ്ഞത് ഡിഗ്രിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ടീച്ചിങ്ങിൽ ഒക്കെ ആണെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയാണ് അവർ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഓരോ പൊസിഷനും ക്വാളിഫിക്കേഷനും പ്രായപരിധിയൊക്കെ അവർ എടുത്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോസ്റ്റിൻ്റെ നെയിം വന്നിട്ടെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്റ്റിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വേണം. അതിന് അവർക്ക് മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ MCom അതുപോലെ MBA അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ, ആ ഡിഗ്രി പാസ്സായവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സയൻറ്റിഫിക് സൂപ്പർവൈസർ ആകുമ്പോൾ 2nd ക്ലാസ് മാസ്റ്റർ ഡിഗ്രിയിൽ 2nd ക്ലാസ് ഉള്ളവർക്ക്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജി വിത്ത് 2 ഇയേഴ്സ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ട്രേഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. അപ്പം ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് ആയിട്ടാണ്
അതിന് MA ഡിഗ്രി ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ആർട്സ്. അപ്പം MA ഡിഗ്രി പാസ്സായവരായിരിക്കണം. ഏതിനകത്താണ്? ഡിഗ്രി ഡ്രോയിങ്ങിലും പെയിൻറ്റിങ് ആൻഡ് ആർട്സിലും, അതല്ലെങ്കിൽ BA ആർട്സ് ആൻഡ് പിന്നെ സെക്കൻഡ് ക്ലാസ് ബാച്ചലർ ഡിഗ്രി. അപ്പം സെക്കൻഡ് ക്ലാസ്സിൽ ഡിഗ്രി ഏതെങ്കിലും കംപ്ലീറ്റ് ആയവർക്ക് 12 പാസ്സായവർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ചീഫ് ലോ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡിഗ്രി ഇൻ ലോയിൽ, നമ്മൾ നിയമം ലോയിൽ ഡിഗ്രി പാസ്സായവരായിരിക്കണം. പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ഗ്രാജുവേറ്റ് വിത്ത് ബാച്ചലർ ഡിഗ്രി ഇൻ ലോയിൽ നമ്മൾ ഡിഗ്രി പാസ്സായവരായിരിക്കണം. ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടർ ആണെങ്കിൽ ഗ്രാജുവേറ്റ് വിത്ത് ബാച്ചിലർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓർ ഈക്വലൻ്റ്. അപ്പം ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടറായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ബാച്ചിലർ ഡിഗ്രി ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഫിസിക്കലിൽ നമ്മൾ ഗ്രാജുവേറ്റ് എടുത്തവരായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് പഠിച്ചവരായിരിക്കണം. അപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ BPED എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഓർ ട്രെയിനി ആയിട്ടാണെങ്കിൽ സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ ഡിഗ്രി ഇൻ സൈക്കോളജി വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ്. അപ്പം നമ്മൾ ഡിഗ്രി പാസ്സായവരായിരിക്കണം സൈക്കോളജിയിൽ, അതും 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ജൂനിയർ ട്രാൻസ്ലേറ്റർ ആയിട്ടാണ്, അതിന് മാസ്റ്റർ ഡിഗ്രി പാസ്സായിരിക്കണം. അതും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേണം ഡിഗ്രി എടുത്തവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അതിന് തതുല്യമായിട്ടുള്ള കോഴ്സ് പഠിച്ചവരായിരിക്കണം. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ എന്ന വേക്കൻസിയിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി പാസ്സായവരായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻ, അഡ്വർടൈസിംഗ്, ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ. കണ്ടോ, ഇതിലേതെങ്കിലും ഡിപ്ലോമ എടുത്തവരായിരിക്കണം. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ ആയിട്ടാണ്. അവർക്ക് ഗ്രാജുവേഷൻ മാത്രം മതി, ഇന്ന ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ടില്ല, ഡിഗ്രി മാത്രം മതി. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ് ഓർ ഗ്രാജുവേഷൻ ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായവരായിരിക്കണം. പിന്നെ മ്യൂസിക് ടീച്ചർ ആണെങ്കിൽ BA ഡിഗ്രി വിത്ത് മ്യൂസിക്, അല്ലെങ്കിൽ 12 ഓർ ഈക്വലൻ്റ് എക്സാമിനേഷൻ. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ടീച്ചർ ആകുമ്പോൾ BA ഡിഗ്രി വിത്ത് മ്യൂസിക്, അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന കോഴ്സ് കംപ്ലീറ്റ് ആയവരായിരിക്കണം. പിന്നെ പ്രൈമറി റെയിൽവേ ടീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്റ്റിലാണെങ്കിൽ 10 പാസ്സായിരിക്കണം, ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കണം. പിന്നെ അസിസ്റ്റൻറ്റ് ടീച്ചർ ആകുമ്പോൾ 10 പാസ്സാകണം, അല്ലെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള എക്സാം പാസ്സായിരിക്കണം. ഗ്രാജുവേഷനോ അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ, അല്ലെങ്കിൽ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ആയവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. 12 പാസ്സായവർക്കും അല്ലെങ്കിൽ അതിന് തതുല്യമായ കോഴ്സ് പാസ്സായവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ലാബ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 3 ആണെങ്കിൽ 10+2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലാതെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കോഴ്സ് പഠിച്ചവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നോക്കുവാണെങ്കിൽ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയൊക്കെ പാസ്സായവർക്കും, പിന്നെ ഈ ലബോറട്ടറി അതൊക്കെ ആണെങ്കിൽ നമുക്ക് +2 പാസ്സായവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷനും ഏജും ഒക്കെ ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റിയ ജോബ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ കാറ്റഗറിക്കും OBCക്ക് EWSനും 500 ആയിരിക്കും ഫീസ്. SC STക്കാർക്ക് 250 രൂപയാണ് ഫീസ്. വനിതകൾക്ക് ഫീസ് ഇളവ് നൽകുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2025 ഫെബ്രുവരി 6 മുന്നേ അപേക്ഷ സമർപ്പിക്കണം. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിലൂടെ വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട്. ഹോം പേജ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ലിങ്കിൽ തിരഞ്ഞെടുത്തിട്ട് ഏത് തസ്തികയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അവയുടെ യോഗ്യതകൾ പരിശോധിച്ചതിന് ശേഷം അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക, അപേക്ഷ പൂർത്തിയാക്കുക, ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഡീറ്റെയിൽസിന് വേണ്ടി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.